സ്വപ്നങ്ങളാൽ തീർക്കപ്പെട്ട നഗരത്തിൻ്റെ നടുവിലാണ് ഞാനിന്ന്. ചെന്നൈയെ സ്വപ്നങ്ങളുടെ നഗരം എന്നല്ലാതെ പിന്നെന്ത് വിശേഷിപ്പിക്കാനാണ്? സിനിമ എന്ന മാന്ത്രിക വിളക്കിനെ സ്പർശിക്കാൻ, സ്വന്തമാക്കാൻ എത്രയെത്ര ജീവിതങ്ങളാണ് ഈ നഗരത്തിലേക്ക് വന്നു ചേരുന്നത്. മാന്ത്രിക റാന്തലിനാൽ ജീവിതം പ്രഭാപൂരിതമായവരുടെ കഥകളോടൊപ്പം തന്നെ വിളക്കിൽ തട്ടി കരിഞ്ഞു തീർന്ന ജീവിതങ്ങളും എത്രയോ ആണ്. ഞാൻ പറഞ്ഞു വന്നത് ചെന്നൈ എന്ന നഗരത്തിനെ കുറിച്ച് തന്നെയാണ്. എനിക്കേറെ പ്രിയപ്പെട്ട നഗരം. ഈ വഴികളിൽ എത്രയെത്ര നടന്നിട്ടുണ്ട്, എത്ര മഴകളിൽ ഞാൻ നനഞ്ഞിട്ടുണ്ട്. മധുമയമാം രാഗങ്ങൾ എന്നിൽ പെയ്തതിന് ഈ കാഴ്ചകളും ഒരുപക്ഷെ കാരണമായിരുന്നിരിക്കും. കൗമാരത്തിലെ സിനിമാ സ്വപ്നകാലം മുതൽ ഇന്നേക്ക് വരെ ഈ വഴികളിലൂടെ നടക്കുമ്പോഴൊക്കെ എന്നും കണ്ടുമുട്ടാറുള്ള പേരറിയാത്ത മുഖങ്ങൾ, അവർ ചിരിയാൽ പാർന്നു തന്ന സ്നേഹം, ആകാശദീപങ്ങൾ എന്നും ഉണരുന്ന ഈ നഗരത്തിൽ ഇവിടുത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ പ്രിയപ്പെട്ടവരെ കാണാതെ, അവരിലേക്ക് എത്താതെ എൻ്റെ ഓണം ഒരിക്കലും പൂർണ്ണമാവുന്നില്ലല്ലോ. കുറേ നേരമായി ഞാൻ ഈ ഓർമ്മ പുസ്തകവും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓണ ദിവസമായിട്ട് ഇതൊക്കെ മതിയോ? നമുക്കൊരല്പം സംഗതിയൊക്കെ കലർന്ന കുറച്ച് സംഗീതം, ഒരു എരിവിനും പുളിക്കും വേണ്ടി എന്താ വേണ്ടേ? അങ്ങനെ സല്ലാപം കവിതയാകുന്നു നിങ്ങൾക്ക് വേണ്ടി. സല്ലാപം കവിതയായി അലഞ്ഞുരികളോരോരോ കഥകളായി. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഓണം എന്ന് നിങ്ങൾ ചിലപ്പോൾ മനസ്സിൽ കുറച്ച് പേരെങ്കിലും കരുതുന്നുണ്ടോ, എന്താണ് ഇങ്ങനൊരു സെറ്റപ്പ് എന്ന്. അപ്പോൾ ഞങ്ങൾ എന്താ പറയേണ്ടത്, നമ്മുടെ ചെന്നൈ മലയാളീസാണ്. ഇവിടെ കേരളത്തിലെന്ന പോലെ അത്ര അടിച്ച് പൊളിച്ച് വെള്ളത്തിൽ കിടന്നുരുണ്ടുള്ള ഓണം തീർച്ചയായിട്ടും ചെന്നൈയിലില്ല. എൻ്റെ മനസ്സിലെ ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും, നമുക്കൊക്കെ എത്ര ബന്ധുക്കളുണ്ട്, ഇത്രയൊക്കെ ബന്ധുക്കൾ നമുക്കുണ്ടോ എന്ന് അറിയുന്നതൊക്കെ ഇങ്ങനെയുള്ള വിശേഷങ്ങൾ വരുമ്പോഴാണ് എല്ലാവരും വീട്ടിൽ വന്ന് ഊഞ്ഞാലാട്ടവും. എനിക്ക് ഊഞ്ഞാലാട്ടത്തിനൊന്നും വലിയ താല്പര്യമില്ല, തല ഇറങ്ങും. എനിക്ക് ചാപ്പാടിനോടാണ്, പുതിയ പുതിയ ഐറ്റങ്ങൾ ഈ രാത്രി ഇരുന്നിട്ട് ഉണ്ടാക്കുക, രാവിലെ എടുത്ത് ഈ സാമ്പാറും അങ്ങനെയുള്ള കുറേ ഐറ്റങ്ങൾ. അത് പലർക്കും, നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പലർക്കും ഉള്ള സെയിം അനുഭവങ്ങൾ തന്നെ ആയിരിക്കണം എനിക്കും ഉള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഗണപതിക്ക് തേങ്ങ അടിക്കുന്ന പോലെ വാതാപി ഗണപതിയും പല്ലവി മാത്രം പാടി പഴവങ്ങാടി ഗണപതിക്കൊരു തേങ്ങ അടിച്ചോട്ടെ. വാതാപി ഗണപതിം ഭജേഹം, വാതാപി ഗണപതിം ഭജേഹം, വാതാപി ഗണപതിം ഭജേഹം, വാരണാസ്യം വാരണാസ്യം വരപ്രദം ശ്രീവാരണാസ്യം വരപ്രദം ശ്രീ വാതാപി ഗണപതിം ഭജേ അഹം ഭജേ അഹം. അപ്പോൾ ഇവരെയൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ വിചാരിക്കും അതിഥികളാണ്, നമ്മൾ ക്ഷണിച്ചു വരുത്തിയവരാണ്. അങ്ങനൊന്നും അല്ല, ഇവരൊക്കെ എൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉള്ളവരാണ്. അപ്പോൾ ഓരോരുത്തരെയായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അത് PG രാകേഷ്. രാകേഷ് ഇവിടുത്തെ സൗണ്ട് എഞ്ചിനീയറാണ്. പിന്നെ എനിക്ക് എൻ്റെ സഹോദരനെ പോലെ അത്ര സ്നേഹമുള്ള ചെക്കനാണ്. അപ്പോൾ രാകേഷ് വിദ്യാധരൻ മാഷിൻ്റെ അനിയൻ്റെ മകനാണ്. അപ്പോൾ ആ ഒരു സ്നേഹവും കൂടെ എനിക്കുണ്ട്. പിന്നെ അടുത്തത് ഒരു അനിയൻ്റെ കാര്യം പറഞ്ഞു. ഇനി ഈ കറുപ്പുടുപ്പിട്ടിരിക്കുന്നവൻ എൻ്റെ സ്വന്തം അനിയനാണ്. അപ്പോൾ ഇവനാണ് എൻ്റെ കൂടെ കമ്പോസിങ്ങിനൊക്കെ. പണ്ട് തൊട്ടുള്ള എന്താണ് പറയേണ്ടത്, കൂടെപ്പുറപ്പെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, മാക്സിമം പാരയും അതുപോലെ കുറച്ച് സ്നേഹവും അതുകൊണ്ട് നടക്കുന്നതാണ് ഇവൻ. അപ്പോൾ അവൻ തബലിസ്റ്റാണ്, സിത്താർ വായിക്കും,
റിതം പ്രോഗ്രാമറാണ്. അങ്ങനെയുള്ള ഒത്തിരി പരിപാടികൾ അവന് തന്നെ അറിഞ്ഞൂടാ അവൻ എന്തൊക്കെ ചെയ്യുമെന്നുള്ളത്. അത്ര പേർത്തി കൺഫ്യൂസ്ഡാണ്. പിന്നെ അവൻ്റെ മകള് അസാധ്യമായിട്ട് പാടുന്ന കുട്ടിയാണ് വർഷ. പിന്നൊരു മോനുണ്ട്, അവൻ ഭയങ്കര റിതം പ്ലെയറൊക്കെയാണ്. അപ്പോൾ അവനാണ് ഇവൻ. അടുത്തത് ഒരു സ്പെഷ്യൽ ആളാണ് ആൻ്റണി. ആൻ്റണിയെ ഞാൻ സ്നേഹത്തോടെ അപ്പൂജി എന്ന് വിളിക്കുന്ന ആളാണ്. ആൻ്റണി നമുക്ക് വേറെ പേർത്തി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കൊക്കെ പ്രിയപ്പെട്ട പാട്ടുകാരൻ ആൻഡോ ചേട്ടൻ, സിയോ ആൻഡോയുടെ അത് പാപ്പി അപ്പച്ച പഴയ ആ അപ്പച്ചൻ്റെ മകനാണിവൻ. അപ്പോൾ ആൻ്റണി ഇവിടെ നമ്മുടെ റെക്കോർഡിങ് എഞ്ചിനീയറാണ് ഇവിടുത്തെ സ്റ്റുഡിയോയിൽ. ആൻ്റണി ഞാൻ മിക്കവാറും എന്താ പറയണ്ട, ഈ അത്യാവശ്യത്തിന് വിളിക്കുമ്പോൾ ഓടി വന്ന് റെക്കോർഡ് ചെയ്യാനൊക്കെ ഇരിക്കുന്ന ഒരു ആപൽ ബാന്ധവനാണ്, നമ്മുടെ ഭയങ്കര സഹായിയാണ്. അപ്പോൾ ഇവരെല്ലാം ഞാൻ ഈ ഒരു നമ്മുടെ നിങ്ങൾക്കും കൂടെ എൻ്റെ ഓണം വിഷസ്, ഹാപ്പി ഓണം. അപ്പോൾ നമുക്ക് പരിപാടികളിലേക്ക് കിടക്കാം. മഹാബലി തമ്പുരാൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു എന്താ പറയണ്ടേ ഈ ഓണം നമ്മളെ സംബന്ധിച്ചിടത്തോളം. എനിക്കെൻ്റെ സ്കൂളിലും പേരുണ്ടായിരുന്നു മാവേലിന്ന്. കാര്യം ഞാൻ അടിച്ചു വന്ന സ്കൂളിൽ പോകാത്ത ആളാണ്. അപ്പോൾ എന്നെ വല്ലപ്പോഴും കാണുന്നുണ്ട്, മാവേലി വരുന്നു എന്ന് പറഞ്ഞ് മാവേലി ശുചിത്വെന്നായിരുന്നു എന്നെ സ്ഥിരം വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഓർമ്മകളും സ്കൂളിൽ എൻ്റെ ഫ്രണ്ട്സും മഹസും ഷാ അങ്ങനെ കുറേ, ഇവനാണ് എപ്പോഴും എന്നെ വിളിക്കുന്നതും എൻ്റെ കൂടെ ഉള്ളതും. അതുകൊണ്ടാണ് എനിക്ക് അവന് പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് മഹസും ഷായ്ക്കും ഹായ്, ഹാപ്പി ഓണം, അവൻ്റെ ഫാമിലിക്കും എല്ലാവർക്കും. ഇപ്പം നമുക്ക് ഇതിൻ്റെ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരാളകത്തുണ്ട്, ഭയങ്കര നാണം കുടുങ്ങിയ വിനു ആണ് ചിത്ര ചേച്ചിയുടെ സ്റ്റുഡിയോയിലെ മാനേജർ. അവൻ ചേച്ചിയുടെ ബന്ധുവാണ്. പിന്നെ അത് മാത്രമല്ല എൻ്റെ മാനേജറുടെ ചേട്ടനുമാണ്. അപ്പോൾ വിനു കുറേ എൻ്റെ പാട്ടുകൾ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു പാട്ട്, എനിക്ക് ഗായകൻ എന്താണ് ക്ലാസിക്കൽ ഗായകൻ എന്ന് സ്റ്റേറ്റ് അവാർഡ് മേടിച്ചു തന്ന പാട്ടാണ് ഭാവയാമി എന്ന പാട്ട്. ഇത് എനിക്കൊരു എന്താ പറയണ്ട ഒരു മൂഡ് വന്നപ്പോൾ ഒരു 5-5 കാലം ഉണ്ടാവും തോന്നുന്നു. ഞാൻ വിനുവിനെ വിളിച്ചിട്ട് നീ പെട്ടെന്ന് സ്റ്റുഡിയോ ആണെന്ന് പറഞ്ഞപ്പോൾ അവൻ രാവിലെ പല്ല് തേച്ചോന്ന് തന്നെ എനിക്കറിഞ്ഞൂടാ. പക്ഷേ അതുകൊണ്ട് അവനൊന്നും മിണ്ടിയില്ല എൻ്റെ അടുത്ത്. വന്നിട്ട് ഒറ്റയടിക്കിരുന്ന് റെക്കോർഡ് ചെയ്താണ്. അപ്പോൾ വിനു ഈ ഒരു പാട്ട് നമുക്കൊരു മൂഡുണ്ടാകുമ്പോഴേ നമുക്ക് ഈ കോമ്പോസിഷൻ നടക്കത്തുള്ളൂ. ഇപ്പോൾ വിനു ആണ് വന്ന് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ അതിനെനിക്കൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിനും കുറേ സന്തോഷം. അതിൽ കുറേ പാട്ടുകൾ അവൻ വന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിനുവിനും എൻ്റെ ഒരു ഓണം വിഷസ്. പിന്നെ നിങ്ങളെല്ലാവരും വിചാരിക്കും ഇതും വെച്ച് ഈ ഹാർമോണിയം കൊണ്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ ചുമ്മാ ഇരുന്ന് മണ്ടത്തിലായിട്ടിരിക്കുകയാണോ. നിങ്ങൾക്ക് വേണ്ടി നമ്മളൊരു ഓണപ്പാട്ട്. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. താങ്ക് യു. ഇത് നീ കേട്ട് ഇപ്പം പാട്ട് പാടിയിട്ട് എത്ര നാളായി? കുറേ കാലമായി ഞാൻ പാടി. അത് മനസ്സിലായി. ഇതൊരു കോമ്പറ്റീഷൻ ആയിരുന്നു, നിന്നെ ഞങ്ങൾ കൊന്നേനെ. ഇത് നന്നായിട്ടുണ്ട്. പഴയ പാട്ട് കേൾക്കുമ്പോൾ അതിനൊരു സുഖം. നിനക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് നീ ഓണക്കാലമായിട്ട് നമ്മുടെ ഫ്ലവേഴ്സ് TV പ്രേക്ഷകർക്ക് വേണ്ടി പാടും. അല്ല, അണ്ണൻ ചെയ്ത പാട്ട് നല്ല ഇഷ്ടമുള്ള പാട്ട് ഏതാ അത്? മായാമഞ്ചലിൽ. അല്ല, അതിന്റെ പ്രത്യേകത പറയട്ടെ. പറഞ്ഞോ. ചരണത്തില് തബല കോഡിങ് ആണ്. 3 തബലയാണ് വായിച്ചേക്കുന്നത്. 3 തബല കോഡാണ്. അതൊരു സുഖമാണ് കേൾക്കാൻ. തമ്പുരു ശ്രുതിയോ അതിന്റെ കൂടെ കോഡിങ് തബലയും കൂടെ വരുമ്പോൾ നല്ല. ഇവന് ഒരു 3 പേരെ വായിച്ചതാണ് ഈ ഒരു പാട്ട്. ഇവൻ പറഞ്ഞ പോലെ കനകമഞ്ചാടി പോലെ എന്നുള്ള സാധനം 3 തബല കോഡാണ്. ആ കോഡനുസരിച്ച് തബലയും മാറുന്നുണ്ട്. പക്ഷേ അത് ആർക്ക് മനസ്സിലായി എന്നുള്ളത് എനിക്കറിഞ്ഞൂടെ. അപ്പോൾ എന്തൊക്കെയാലും നീ എന്നാ ആ പാട്ട് പാടാ ഈശ്വര. മായാമഞ്ചലിൽ ഇതുവഴി പോരും തിങ്കളേ കാണാത്തമ്പൊരു തഴുകുമൊരു തൂവൽ തെന്നലേ ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ ഇതാനം വരൂ വരൂ മായാ മഞ്ച
മഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ. സല്ലാപം കവിതയായി അലഞ്ഞുറികളോരോരോ കഥകളായി. ഇഷ്ടമായോ? ഇഷ്ടമായി. അച്ഛൻ്റെ പാട്ട് തന്നെ. അപ്പം മധുരിക്കുന്ന ഒരുപിടി ഓർമ്മകളുമായി ഈ പാട്ട് പാടിയ ആളുടെ മകൻ, കല്യാണം കഴിക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ട ആൻ്റണി, മധുരിക്കും ഓർമ്മകളെ പാടാം. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. സൂപ്പർ, താങ്ക് യു. ഇതാണ്. ആൻ്റണി, നീ വീട്ടിൽ പാടാറുണ്ടോ അപ്പച്ചൻ്റെ മുമ്പിൽ? അങ്ങനെ ചോദിച്ചാൽ അത്ര ഒന്നും പാടിയിട്ടില്ല. കുറച്ച് ഇല്ല, അച്ഛനെ പേടിയായിരുന്നു നിനക്കുള്ള സത്യം പറയൂ. അല്ല, അച്ഛൻ കുറേ ഫ്രണ്ട്ലിയാണ്. അച്ഛനിൽ നീ കണ്ട പ്ലസ് പോയിന്റ് എന്താണ് ആൻഡോ ചേട്ടന്? അച്ഛന് പ്ലസ്സും പറഞ്ഞാൽ എല്ലാവരും എൻകറേജ് ചെയ്യും. ആരും താഴ്ത്തി ഒന്നും തെറ്റ് ചെയ്തോലോ എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്ലസ് ചെയ്യത്തുള്ളൂ, ആഗ്രഹിക്കത്തുള്ളൂ. എല്ലാവരും നല്ലതാവാൻ നല്ല അത് എനിക്കൊരു ഇതാണ് അച്ഛനെ. എന്തൊക്കെയായാലും എല്ലാവരും പാടി. അപ്പോൾ എനിക്ക് നാണമൊക്കെ തോന്നി ഇവനൊക്കെ നോക്കി ഇരുന്നിട്ട്. അപ്പം ഞാൻ ഒരു ഓണത്തിന് വേണ്ടി, അതിൻ്റെ രവീന്ദ്ര മാസ്റ്ററിൻ്റെ പാട്ടാണ്, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ദാസേട്ടൻ അതിമനോഹരമായിട്ട് പാടിയിരിക്കുന്നൊരു പാട്ടാണ്. ഓണം പൊന്നോണം പൂമല പൊങ്ങും പുഴയോരം പൈങ്കിളി പാടുന്നു ഉണരുണരൂ. ഓണം പൊന്നോണം പൂമല പൊങ്ങും പുഴയോരം പൈങ്കിളി പാടുന്നു ഉണരുണരൂ. ഉള്ളിൽ ഞാൻ പൊട്ടിയ പഴയൊരു വില്ലിൻ്റെ അപശ്രുതിയോടി പാണൻ കോർത്തിടുന്നു പഴയ ശീലിൻ ഇഴകൾ. ഓണം പൊന്നോണം പൂമല പൊങ്ങും പുഴയോരം പൈങ്കിളി പാടുന്നു ഉണരുണരൂ. താലം താലോലിച്ച പൂഞ്ചോലകൾ, നിൻ കുളിരെ പൂവായി ചൂടിയ പൂങ്കാവുകൾ തിരയുകയായി നിന്നെ, ഇരുളല മൂടി എന്നെ കൊഴിയുകയാണെന്നിൽ നാം വിട്ട മലർദീപ മുകുളങ്ങൾ വീണ്ടും. ഓണം പൊന്നോണം പൂമല പൊങ്ങും പുഴയോരം പൈങ്കിളി പാടുന്നു ഉണരുണരൂ. ഓണം പൊന്നോണം പൂമല പൊങ്ങും പുഴയോരം പൈങ്കിളി പാടുന്നു ഉണരുണരൂ. ഉള്ളിൽ ഞാൻ പൊട്ടിയ പഴയൊരു വില്ലിൻ്റെ അപശ്രുതിയോടി പാണൻ കോർത്തിടുന്നു പഴയ ശീലിൻ ഇഴകൾ. ഓണം പൊന്നോണം പൂമല പൊങ്ങും പുഴയോരം പൈങ്കിളി പാടുന്നു ഉണരുണരൂ. അപ്പോൾ ഇതൊക്കെ എന്താ പറയണ്ടത്, നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കുന്ന പാട്ടുകളാണ്. അപ്പോൾ ഇത് ഓരോ പാട്ടുകളും ഞാൻ പറഞ്ഞല്ലോ, ഓരോ പാട്ടുകളും നമുക്ക് ഓരോ കാലഘട്ടത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. രാകേഷേ, നമ്മൾ കുറേ എന്താ പറയണ്ടത് ഇഷ്ടപ്പെട്ട ഒരു സംഗീത സംവിധാനമാണ് വിദ്യാരമാഷ്. മാഷിൻ്റെ ഏതെങ്കിലും നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട്? ഞാൻ അത്ര വലിയ പാട്ടുകാരനൊന്നുമല്ല, എന്നാലും വേണമെങ്കിൽ ഒരു 2 വരി വല്യച്ഛൻ്റെ പാട്ട് പാടാം. പിന്നെ ചേട്ടൻ അത് ഏത് പാട്ട്?
കൽപ്പാന്ത അയ്യോ കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരവുമായി നിൽക്കും. കൽപ്പാന്തകാലത്തോളം കാതരേയ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കല്യാണരൂപനാകും കണ്ണൻ്റെ കവിളിനെ കവർന്ന രാധികയെപ്പോലെ, കവർന്ന രാധികയെ പോലെ. കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കല്യാണരൂപനാകും കണ്ണൻ്റെ കവിളിനെ കവർന്ന രാധികയെപ്പോലെ, കവർന്ന രാധികയെ പോലെ. രാധിക എന്ന് പറഞ്ഞപ്പോൾ വിനുവിനായിരിക്കും സ്നേഹം കൂടിയത്. വിനുവിൻ്റെ വൈഫിൻ്റെ പേര് രാധികയാണ്. അപ്പം നമുക്ക് 4 പേര് കൂടെ എന്തെങ്കിലും ഒരു 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 കുറച്ചും കൂടെ ഒരു ഗുമ്മുള്ള ഒരു പാട്ട് പാടാം ഓണത്തിനെ പറ്റി. ഞാൻ എൻ്റെ സ്കൂൾ ഡേയ്സിൽ ഇത് ഗ്രൂപ്പ് സോങ്ങിന് പാടി നമുക്ക് എന്താ പറയണ്ടേ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. നിറയോ നിറയോ പൊന്നാവണി നിറവറ വച്ചു, നിറയോ നിറയോ പൊന്നാവണി നിറവറ വച്ചു. പുന്നലിനവിലും മലരും പൊന്നമ്പല നടയിൽ വച്ചു, നിറയോ നിറയോ പൊന്നാവണി നിറവറ വച്ചു, നിറയോ നിറയോ പൊന്നാവണി നിറവറ വച്ചു. പുന്നലിനവിലും മലരും പൊന്നമ്പല നടയിൽ വച്ചു, നിറയോ നിറയോ പൊന്നാവണി നിറവറ വച്ചു, പൊന്നാവണി നിറവറ വച്ചു, പൊന്നാവണി നിറവറ വച്ചു, പൊന്നാവണി നിറവറ വച്ചു. ക്ഷണക്കത്ത് എന്ന് പറഞ്ഞ ഫിലിം, എനിക്കത് മലയാള സിനിമയിലേക്ക് തന്നെ അതൊരു ക്ഷണക്കത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ കമ്പോസിങ്ങിന് പോയി ആദ്യമായിട്ട് ഒരു എന്താ പറയേണ്ട ഒരു ടെൻഡർ ലവ്, ഒരു വളരെ പരിശുദ്ധമായ ഒരു സേക്രഡായിട്ടുള്ള ലവ്, അത് ആദ്യമായി അനുഭവപ്പെടുന്നതിൻ്റെ ഒരു വികാരം ഉണ്ടായിരിക്കുന്ന സ്ഥലത്ത് ഈ പാട്ടിലെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആദ്യത്തെ ട്യൂൺ തന്നെ ഓക്കെ ആയി. ആ പാട്ടാണ് സല്ലാപം കവിതയായി അലഞ്ഞൊറികൾ ഓരോരോ കഥകളായി എന്നുള്ള പാട്ട്. ആ പാട്ടിനും ആ പ്രണയത്തിനും ആ ഒരു വളർച്ച ഞാൻ ഈ പാട്ടിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ സമാധാനപരമായിട്ട് തുടങ്ങിയിട്ട് പിന്നെ എന്താണ് പറയേണ്ടത്, കുറേയും കൂടെ എനർജറ്റിക്കായി ശക്തിയായി, പിന്നെ അവസാനം പ്രേമമൊക്കെ ക്ഷീണിച്ച് പിന്നെയും പഴയതുപോലെ ആവുന്ന ഒരവസ്ഥ ഈ പാട്ടിലുണ്ട്. ഈ പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഈ ഓണക്കാലത്ത് ഞാൻ പാടിക്കേപ്പിച്ചു തരാം. നിങ്ങൾ ഞാൻ പറഞ്ഞ സാധനം ഉണ്ടോ എന്ന് നോക്കുക ഇതിൽ, ഇല്ലെങ്കിൽ മാർക്ക് കിട്ടും. സല്ലാപം കവിതയാൻ അലഞ്ഞുറികളോരോരോ കഥകളായി, കഥയിലവൾ മാലാഖയായി, നിലാപ്പൂക്കൾ വീണ മഞ്ജീരമായി, നിശാഗന്ധി തൻ കൈവല്യമായി, രാഗമായി മെല്ലെ സല്ലാപം കവിതയാൻ അലഞ്ഞുറികളോരോരോ കഥകളായി. മീനോടും കൈവഴിയിലുന്മാദം താവിടുമലങ്കാര കല്ലോലമായി, മീനോടും കൈവഴിയിലുന്മാദം താവിടുമലങ്കാര കല്ലോലമായി, രാജാങ്കണങ്ങൾക്ക് ദൂരയായി സമ്മോഹനം പോലെ സാന്ദ്രമായി, ആരോ കാതിൽ മന്ദമോതുകയായി
അതുമൊരു സല്ലാപം കവിതയായി അലഞ്ഞുരികളോരോരോ കഥകളായി കഥയിലവൾ മാലാഖയായി നിലാപ്പൂക്കൾ വീണ മഞ്ജീരമായി നിശാഗന്ധി തൻ കൈവല്യമായി രാഗമായി മെല്ലെ സല്ലാപം കവിതയായി അലഞ്ഞൊരികളോരോരോ കഥകളായി. അപ്പോൾ രാകേഷ്, നിനക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പാട്ട് പറയാം, എന്തെങ്കിലും ഒരു മലയാളമാണ് തമിഴ് അമ്മ എന്നാ ഏത് ലാംഗ്വേജ് പ്രോബ്ലം അല്ല. കുറെ പാട്ടുകളുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം പെട്ടെന്ന് എനിക്ക് സുശീലമ്മയുടെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് പിന്നെ പറയണോ, ആർക്കാ ഇഷ്ടമല്ലാത്ത സുശീലമ്മയുടെ പാട്ട്? ചെറുപ്പത്തിലൊക്കെ എപ്പോഴും സുശീലമ്മയുടെ പാട്ടുകൾ കേട്ടാണ് നമ്മളൊക്കെ വളർന്നതെന്ന് പറയാൻ സത്യം പറഞ്ഞാൽ. അപ്പോൾ അതിൽ ഇഷ്ടംപോലെ പാട്ട്, എത്രയോ പാട്ടുകളുണ്ട്. പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇപ്പൊ നാളെ ഇന്ത് വേള, അതൊക്കെ അതൊരു പാടുന്നു പാടിയ നന്നായി. നമുക്ക് പാടാം, ലിറിക്കാണ് മനസ്സിലായി. நாளை இந்த வேளை பார்த்து ஓடிவானிலா தீரன சென்று வானிலா தென்றலில் திந்தனாரா நின்று போய்விடு. അത് ഇതൊരു ഇമോഷണൽ ഇമ്പാക്റ്റ് ഉള്ള പാട്ടാണ്. ഭയങ്കര അതിൻ്റെ ചരണം, പ്രത്യേകിച്ച് ചരണങ്ങളൊക്കെ നീ തമിഴെന്ന് പ്രത്യേകിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക, പറയാതിരിക്കാൻ വയ്യ. എൻ്റെ പ്രിയപ്പെട്ട രാജാ സാറ് ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിൽ വന്നിട്ട് എന്നെ എങ്ങോട്ടും എന്നെ പോകാൻ അനുവദിക്കാതിരുന്ന ഒരു ശക്തി എന്ന് പറഞ്ഞാൽ ഇളയരാജാ സാറിൻ്റെ മ്യൂസിക് ആയിരിക്കണം. അദ്ദേഹം ഉള്ള സ്ഥലത്ത് നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കണം എന്നെനിക്ക് തോന്നുന്നു. എത്ര പാട്ടുകൾ പണ്ട് തൊട്ട് തന്നെ നോക്കിയാൽ എത്ര പാട്ടുകൾ. രാജസ്ഥാൻ്റെ പാട്ട് പറയുമ്പോൾ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോവും. தென்றல் வந்து என்னை தொடும், ஆஹா சத்தம் இன்றி முத்தமிடும், பகலே போய்விடு, இரவே பாய்கொடு, நிலவே பன்னீரை தூவி ஓய்விடு, தென்றல் வந்து என்னை தொடும், ஆஹா சத்தம் இன்றி முத்தமிடும். എന്ത് പാട്ട് പാപ്പാ? வெள்ளை புறா ஒன்று ஏங்குது கையில் வராமலே, வெள்ளை புறா ஒன்று ஏங்குது கையில் வராமலே, முதலெழுத்து தாய்மொழியில், தலையெழுத்து யார் மொழியில், என் ஆசைவான் வெளியில். ஓ வெள்ளை புறா ஒன்று ஏங்குது கையில் വരാമലേ. അപ്പോൾ രാജാ സാറിൻ്റെ എത്രയോ പാട്ടുകൾ നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഞാനെന്താ പ്രത്യേകിച്ച് രാജാ സാറിൻ്റെ ഫാനൊന്നുമില്ല, ഞാൻ പ്രൊപ്പല്ലറാണ്. അത്രയ്ക്ക് സാറിൻ്റെ പാട്ടിനോട് ഇഷ്ടവും സാറിനോടും. അപ്പോൾ നിങ്ങളോട് എനിക്കൊരു ഒരു പാട്ടിൻ്റെ ഒരു രസകരമായിട്ട് നടന്ന ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നു. പരുവമേ എന്നുള്ള പാട്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ഫിലിമിൽ ജോഗ് ചെയ്തുകൊണ്ട് പാടുന്ന പാട്ടാണ്. ആ ജോഗിങ്ങാണ് ഈ പാട്ടിൻ്റെ എന്താ പറയുക, ജോഗ് ചെയ്തുകൊണ്ട് പാടുന്നില്ല, ബാക്ക് ഡ്രോപ്പ് ജോഗിങ് ആണ്. അപ്പോൾ ഈ പാട്ടിൻ്റെ ഒരു താളം എന്ന് പറഞ്ഞ് സാറ് കൺസീവ് ചെയ്തേക്കുന്ന ആ ഈ കാൽ രണ്ട് പേര്, രണ്ട് മിഥുനങ്ങൾ അവരുടെ കാലടി ശബ്ദം വെച്ചിട്ടാണ് ഈ പാട്ട് മുഴുവൻ. ഋതം എന്ന് പറഞ്ഞ് പിന്നെ ഒരു ബ്രഷ് എന്തോ യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ. അപ്പോൾ ഋതം എന്ന് പറഞ്ഞ് മെയിനായിട്ടുള്ളത് ഇവരുടെ ഈ കാലൊച്ച തന്നെയാണ്. അപ്പോൾ ഇതിന് പല സംഭവങ്ങളും ഷൂ ഇട്ട് നടന്നു നോക്കി അപ്പോഴൊക്കെ പട്ടാളക്കാർ വരുന്ന പോലെ ഉള്ളത് കിട്ടുന്നുള്ളൂ. ഈ കറക്റ്റ് ജോഗ് ചെയ്യുന്നത് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് പല ഐറ്റങ്ങളും പല വിധത്തിൽ ശ്രമിച്ച അവസാനമാണ് ഒരാളുടെ കാലിൽ തട്ടിയാൽ ആ ശബ്ദം കിട്ടുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് ഋതം വായിക്കുന്ന ജയചാണ്ണന് ഞങ്ങളുടെ എല്ലാവരുടെയും വക ഓണാശംസകൾ. അപ്പോൾ ജയചാണ്ണനാണ് ഈ പാട്ടിൽ തുടയിൽ ഈ
പാട്ട് തീരുന്ന ഒരു തുടക്കം തൊട്ട് അവസാനം വരെ. കാര്യം അവരെ ഓടി വീട്ടിലെത്തണ്ടേ, അത്രയും നേരം ഈ കാലി തട്ടിയത് ജയചാണ്ടനാണ്. അപ്പോൾ ഈ പാട്ടിൻ്റെ ഒരു ലൈഫ് നമുക്ക് എന്താ പറയുക, മെയിൻ ഹുക്കായിട്ട് എനിക്ക് തോന്നിയ അതാണ്. പിന്നെ ഒരു ഉഗ്രം പാട്ടാണ്, അത് പറയാതിരിക്കാൻ വയ്യ, അസാധ്യ കോമ്പസിഷനാണ്. അപ്പം നമുക്ക് ഇപ്രാവശ്യം തുടയെ തട്ടാൻ വേണ്ടി നറുക്ക് വീണിരിക്കുന്നത് അന്തോണിച്ചനാണ്. പരുവമേ പുതിയ പാടൽ പാട്, പരുവമേ പുതിയ പാടൽ പാട്, ഇളമയിൻ പൂന്തെன்றൽ രാഗം, ഇളമയിൻ പൂന്തെன்றൽ രാഗം, പരുവമേ പുതിയ പാടൽ പാട്. പൂന്തോട്ടത്തിൽ കാതൽ കണ്ണമ്മ, പൂന്തോട്ടത്തിൽ കാതൽ കണ്ണമ്മ, சிரிக்கிறார் ஓ ஓ ரசிக்கிறான் ராஜா, சிரிக்கிறார் ஓ ஓ ரசிக்கிறான் ராஜா, தீபங்கள் போலாடும் பார்வை தேடும் பருவமே புதிய பாடல் பாடு, இளமையின் பூந்தென்றல் ராகம், பருவமே புதிய பாடல் பாடு. ഇങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന ഒട്ടനവധി പാട്ടുകൾ രാജാസാന്താനുണ്ട്. സല്ലാപ കവിതയായി അലഞ്ഞുറികളോരോരോ കഥകളായി. ഇവിടെ പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ മെലഡി, ഒരു സമാധാനപരമായിട്ടുള്ള ലെവലിലാണ് നമ്മുടെ ഈ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഓണക്കാലത്ത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഐറ്റം കള്ളുകുടി. ഈ കള്ളുകുടിക്ക് ഒരു എന്താ പറയണ്ടേ, ഇതിൽ അപ്പുറത്തോട്ടൊരു പാട്ടില്ല. അങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരും നമ്മുടെ അച്ഛനെ വരെ അളിയാന്ന് വിളിക്കാൻ തോന്നുന്ന വിധത്തിലുള്ള ഒരു പാട്ടാണിത്. അപ്പോൾ അത് വേറൊന്നുമല്ല, ആൻഡോ ചേട്ടൻ തന്നെ പാടി, അത് സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ്. എവിടെ പാടിയാലും ആ പാട്ടിന് കയ്യടിയുടെ ബഹളമാണ്. കാര്യം നമ്മൾ മൊത്തത്തിൽ വെള്ളവടിക്ക് ഒരു എന്താ പറയണ്ടേ, ഒരു മൊത്തത്തിലൊരു ഉത്സാഹ കമ്മിറ്റിയാണല്ലോ നമ്മുടെ കേരളത്തിലെ മൊത്തം ആളുകളും. അപ്പോൾ ഓണം ആഘോഷിക്കുന്ന എല്ലാവർക്കും, വെള്ളം അടിക്കുന്നവർക്കും വെള്ളം അടിക്കാത്തവർക്കും ഇനി വെള്ളം അടിക്കാൻ പോകുന്നവർക്കും എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എൻ്റെ ചേട്ടൻ്റെ മകൻ തന്നെ ഈ പാട്ട് ഫുൾ ഫീലിൽ ഏകദേശം വെള്ളം അടിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിനെ കൊണ്ട് നമുക്ക് അഭിനയിപ്പിക്കാം. പാപ്പി, അപ്പച്ച, അപ്പച്ചനോടോ അമ്മച്ചിയോടോ പാപ്പിക്ക് സ്നേഹം. അപ്പച്ചനോട് പാപ്പി, അപ്പച്ചനോടോ അമ്മച്ചിയോടോ പാപ്പിക്ക് സ്നേഹം. എന്റെ അപ്പച്ചനോട് അത് മതി, വന്നവാ. അപ്പച്ചൻ പട്ടയടിച്ചത് നീ ചെന്ന് അമ്മച്ചിയോട് മിണ്ടിപ്പോകരുത്. മിണ്ടില്ല. അപ്പച്ചൻ പട്ടയടിച്ചത് നീ ചെന്ന് അമ്മച്ചിയോട് മിണ്ടിപ്പോകരുതെന്ന്. ഇല്ല, പാലം കിടന്നപ്പോൾ കാൽ തട്ടി വീണ് പാട്ടും പാടി കരയിലെടുത്തത് മിണ്ടിപ്പോകരുതെന്ന്. മിണ്ടില്ലടാ അച്ഛാ. പാലം കിടന്നപ്പോൾ കാൽ തട്ടി വീണു പാട്ടും പാടി കരയിലെടുത്തത് മിണ്ടിപ്പോകരുതെന്ന്. ഇല്ല, മിണ്ടില്ല. അത് മതി പാപ്പേ. എന്തോ അപ്പച്ചനോടോ
അമ്മച്ചിയോടോ പാപ്പിക്ക് സ്നേഹം അപ്പച്ചനോട്. അപ്പം നിങ്ങളൊക്കെ രസിച്ച് കാണും ഈ വെള്ളമടി പാട്ട്. കാരണം നമുക്കൊക്കെ എന്താ പറയണ്ടേ, വെള്ളം നമ്മളെ അടിക്കാതെ നോക്കുക, അത്രേ ഉള്ളൂ. ബോധം പോകുന്ന വിധത്തിൽ ചെയ്യാണ്ടിരിക്കുക. എല്ലാം ലേശമൊക്കെ ആവാം, എന്നാലും കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയാൽ അത്രയേ നല്ലത്. അപ്പോൾ ഒരു നല്ല പാട്ട് എന്താ പറയണ്ട, ഒരു രവീന്ദ്രമാഷിൻ്റെ പാട്ടാണ്. ആ ഒരു പാട്ട് ഇത് പെട്ടെന്ന് അത് എന്തിനാണ് ഇപ്പോൾ ഇത് പാടുന്നതെന്ന് വെച്ചാൽ എനിക്ക് കുറേ ഇഷ്ടമുള്ള പാട്ടാണ് അത്. ആ ഒരു പല്ലവി. ആകാശ നീലിമ മിഴികളിലെഴുതും അനുപമ സൗന്ദര്യമേ, ആകാശ നീലിമ മിഴികളിലെഴുതും അനുപമ സൗന്ദര്യമേ, നക്ഷത്രമാല നിന്മാറിൽ ചാർത്തുമ്പോൾ വിശ്വം തരിച്ചു നിൽക്കും. ആകാശ നീലിമ മിഴികളിലെഴുതും അനുപമ സൗന്ദര്യമേ, നക്ഷത്രമാല നിന്മാറിൽ ചാർത്തുമ്പോൾ വിശ്വം തരിച്ചു നിൽക്കും. ഇങ്ങനെയുള്ള എത്ര പാട്ടുകൾ നമ്മളെയൊക്കെ തരിച്ച് നിർത്തിയിട്ടുണ്ട്. ശുദ്ധ സംഗീതത്തിന് ഒരിക്കലും ഒരു മരണമില്ല എന്നുള്ളതാണ് അതിൻ്റെ എനിക്ക് പറയാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ആത്മാവുള്ള പാട്ട് എന്നും ജീവിച്ചിരിക്കും. അല്ലാതുള്ളത് പാസിങ് ക്ലൗഡ് പോലെ പോവും. അതൊന്നും എന്താ പറയണ്ടേ, ഒന്നും പ്രത്യേകിച്ച് ആർക്കും സംഭവിപ്പിക്കാതെ അത് ആ ഒരു എന്താ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യത്തില്ല, അതുപോലെ ഉള്ളൂ. ഒരർത്ഥം ഉള്ള സംഗീതം എപ്പോഴും നിലനിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ ഓരോ നല്ല പാട്ടുകളും എപ്പം കേട്ടാലും അതിൻ്റേതായിട്ടുള്ള ഊർജവും തേജസ്സും ഉള്ളത്. അപ്പം അങ്ങനെയുള്ള പാട്ടുകൾ ഇനിയും ഉണ്ടാവണം, ഉണ്ടായേ പറ്റൂ. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ, കമ്പോസേഴ്സിനെ അനുഗ്രഹിക്കട്ടെ, ഡയറക്ടേഴ്സിന് പ്രത്യേകിച്ച് അനുഗ്രഹിക്കട്ടെ. കാര്യം അവർ വേണം ഇത് ഓക്കെ ആക്കാൻ. അപ്പോൾ അത് നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള നല്ല വർഷമാവട്ടെ ഇനി അങ്ങോട്ടുള്ളത് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അനുരാഗിണീതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, അനുരാഗിണീതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷപൂർണിമേ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ, കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ, നിറമേകും ഒരു വേദിയിൽ കുളിരോലും ശുഭവേളയിൽ പ്രിയതേ മമ മോഹം നീയറിഞ്ഞു, മമ മോഹം നീയറിഞ്ഞു. അനുരാഗിണീതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി
ചെയ്തു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷപൂർണിമേ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. ഇതാ കരളിൽ വിരിഞ്ഞ പൂക്കൾ. സല്ലാപം കവിതയായി അലഞ്ഞുരികളോരോരോ കഥകളായി. നമുക്കൊന്നൊരു ഗുഷിയായി പാടി ഒന്ന് അവസാനിപ്പിക്കണം. ഏതാ നിങ്ങൾക്ക് റെഡിയാണ്? നിങ്ങൾ കൂടെ ഏറ്റു പാടിയല്ലോ. ദിൻ ദിൻ ദാരാ ദിൻ ദിൻ ദാരാരേ ദിൻ ദിൻ ദാരാ ദിൻ ദിൻ ദാരാരേ ദിൻ ദിൻ ദാരാ ദിൻ ദിൻ ദാരാരേ ദിൻ ദിൻ ദാരാ ദിൻ ദിൻ ദാരാരേ. കുട്ടനാടൻ പുഞ്ചയിലേ കുട്ടനാടൻ പുഞ്ചയിലേ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം കുട്ടനാടൻ പുഞ്ചയിലേ കുട്ടനാടൻ പുഞ്ചയിലേ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം കുട്ടനാടൻ പുഞ്ചയിലേ കുട്ടനാടൻ പുഞ്ചയിലേ കുട്ടനാടൻ പുഞ്ചയിലേ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം കുട്ടനാടൻ പുഞ്ചയിലേ എന്നിലേക്കും എൻ്റെ ചുറ്റുമുള്ളവരിലേക്കുമുള്ള ഒരു കുഞ്ഞു യാത്രയായിരുന്നു ഇത്. ഒരു നല്ല യാത്രയുടെ വലിയ പ്രത്യേകത എന്തെന്നാൽ യാത്ര പോയി വന്നാലും നമ്മുടെ മനസ്സിൽ ആ യാത്രയുടെ ഓർമ്മകൾ വീണ്ടും യാത്ര പോകും. ഈ ഓണക്കാലം നന്മകളാലും സമൃദ്ധിയാലും എല്ലാവരിലും ഐശ്വര്യമുള്ളതാകട്ടെ. നമുക്കിനിയും കാണാനുള്ളതാണ്, പുതിയ പാട്ടുകൾ കേൾക്കാനുള്ളതാണ്, പുതുമഴയുടെ ഗന്ധം മണക്കാനുള്ളതാണ്. നന്മയുടെ പൂക്കൾ ഇനിയും വർണ്ണശബളങ്ങളാകട്ടെ. ഫ്ലവേഴ്സ് ടിവിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ എല്ലാ ആശംസകളും. നന്ദി. നിങ്ങളുടെ സ്വന്തം ശരത്.